എന്റെ കൃഷ്ണ, ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ഠ ഏകാദശി. ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ. ഈ ബാലാമണി മാത്രം ദാ ഇവിടെ ഉണ്ട്. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്നൊരു പറച്ചില് പോലെ ബാലാമണിക്ക് എന്ത് ഏകാദശിന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമാരസെറ്റിന്റെ ഭാവം. മായന്നൂരിൽ നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്തൊക്കെ വിടലാ കേശവന്നാരെന്ന് പറഞ്ഞ കൊശവന്നാര് വിട്ടത്. എന്റെ ബാലാമണിയെ സുഹൃതൊന്നല്ലാണ്ട് എന്താ പറയാ. രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്നും മുടങ്ങാണ്ട് ഗുരുവായൂരപ്പൻ അങ്ങടെ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃതാ. ഇതിപ്പോടെ വന്നിട്ട് ദിവസം 10 കഴിഞ്ഞു. ഇന്നേ വരെ ബാലാമണി അമ്പലാട കണ്ടിട്ടില്ല. അതെങ്ങനെയാ? നേരം വെളുത്ത അന്ത്യ അവളൊരു വിളിയല്ലേ, ബാലാമണിയെ ബാലാമണിയെ ബാലാമണിയെന്ന്. എന്റെ കയ്യില് കിട്ടട്ടാ തന്തേനെ, ഒരു സുഹൃതക്കാരൻ. നമ്മള് വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കണ ആളല്ലേ. എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക്? എന്തേ? എന്തു പറഞ്ഞാലും ഒരു കള്ള ചിരിയും നോട്ടും. ഗ്ലാനിർഭവതി ഭാരത. എന്ത് തരണം? 60 രൂപ. ഈ പാട്ടയുടെ വിലയല്ല ചോദിച്ചത്, ചാർജാ പറഞ്ഞത്. 60 രൂപ ആയിട്ടേ. 60 രൂപ കാട്ടാം, പക്ഷെ തരില്ല. ഞാൻ 25 രൂപ തരും. 60 രൂപ തികച്ചും എടുക്കും. പക്ഷേ വെറുതെ നേരം കളയല്ലേ. ദുർവാശി, ദുശാഠ്യം, ദുരാഗ്രഹം. കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട്. കർമാധിപന്റെ ബലഹീനത, വിളർച്ച. ഇങ്ങനെ പിടിച്ചുപറിച്ച് ഉണ്ടാക്കണത് മരുന്ന് കടയെ കൊണ്ട കൊടുത്താൽ കരള് കത്തിപ്പോവാനിയ. ഇയാൾ എന്തുട്ടായി പറയണേ? കാശിട്ട് മാഷ. അനിയ നിൽ. സ്വാമി കളിക്കില്ലേ? ഒന്നും വേണ്ട. തുളസീദാസ അമ്മേ, ഉണ്ണിയമ്മേ, കുമ്പിടി വന്നു. കുംഭസംഭവമായ ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പള്ളി കുഞ്ഞൂട്ടപ്പണിക്കൻ. കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിഷ്യപ്പെട്ട കഥ വേറെ. ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിൽ ഒരു ബാധോദരോ പ്രശ്നം വെക്കാൻ പോയ പണിക്കരുടെ ദേഹത്ത് കുടിയേറിയിരിക്കണു. ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. വാരുധിസ്വിതേ വാഹന മാരീച തുങ്കം വരാഹവിഹിരോ ശുക്ലപക്ഷാന്തളം. ഉണ്ണിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെള്ളത്തിലേന്ന് വെള്ളത്തിൽ വീണ് ചത്ത പെണ്ണ് അപമൃത്യു. മയത്തിലാ കുമ്പിടി തൊട്ടത്. ചാട്ടം തുടങ്ങി. പിന്നെ ഭൈരവ തീർത്ഥം തളിച്ച് ശാന്തയാക്കി ഇങ്ങോട്ടിറക്കി. അതായി കുളത്തില്. നല്ലോണം മുറുക്കി കെട്ടിയിട്ടില്ലേ കുമ്പിടിയെ? ഇവിടെ തെക്കേ മാണിയിൽ ഉഗ്രമൂർത്തികൾ കാവലിരിക്കുമ്പോ കെട്ടഴിഞ്ഞാലും പുറത്ത് ചാടുവോ ഉണ്ണിയമ്മേ? ഇന്ന് വൈകുന്നേരം ഒരു ആവാഹനം. അപ്പഴങ്ങിട്ട് ലയിച്ച് മോക്ഷം കിട്ടി ബ്രഹ്മത്തിങ്കലാവും. എന്താ വേശാമണിയമ്മളുടെ സ്ഥിതി? തീറ്റയ്ക്ക് ഒട്ടും കുറവില്ല. കൂടിയോന്നാ സംശയം. അത് കുഴപ്പമൊന്നുമില്ല. ആ കുഴപ്പം നിക്കാ. തീറ്റി തിരിഞ്ഞാ മടുത്തു. പോട്ടെ ബാലാമണി, തിന്നാലും ഇനി എത്ര കാലത്തേക്കാ ഇരിക്കണില്ലേ? പട്ടരെ കൊണ്ട് വേറെ ഉപദ്രവൊന്നും ഇല്ലല്ലോ. സ്വപ്നം കാണുന്നുണ്ട് ധാരാളം. സ്വപ്നം ഇങ്ങനെ ധാരാളം കാണുന്നുണ്ടോ? ഉറങ്ങാൻ കഴിയുന്നില്ലെന്നുണ്ടോ? അപ്പൊ കുമ്പിടി ഇന്നിവിടെ ഉണ്ടാവും. രാത്രിയിൽ ഒരു എണ്ണം ഗോതമ്പ് കഞ്ഞി. വ്രതത്തിലാ 94 നാൾ സേവയുണ്ടേ. ഗ്ലാനിർഭവതി ഭാരത. സന്ധ്യാവുമ്പോഴേക്ക് ഈ കോട്ടവാതിൽ എന്തിനാ അടച്ചിരുന്നേ? ഉണ്ണിയമ്മ ഇവിടെ വല്ല നിധി കുഴിച്ചിട്ടുണ്ടോ? എന്റെ ഈശ്വര, കാലോടിയാഞ്ഞത് ബാക്കിയായി. ആരാ ഈ പത്തായപ്പര ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കണാവോ? ഒരെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത കാല. നമസ്കാരം സ്വാമി. മന്ത്രവാദി, ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക, കോഴിക്കാലും കടിച്ചു പറിച്ച്. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കുംപുടും. നിന്റെ പരിപാടി നീ തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ ഇവിടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിക്കേ. എന്താ നോക്കണേ? ഞാൻ ഇവിടുന്ന് വന്നേ അതും അറിയില്ലേ?
നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി. അല്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? നിന്നെ ഞാൻ കൊല്ലുടാ. പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന. വെള്ളടിക്കാ കോഴിനത്തിന്. ഇന്ന് ഇത് ഉണ്ണിയമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്ത. വെറുതെ അല്ല, തിന്നണം അത് തന്നെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതിൽ ചാടിയിട്ടുള്ള വന്നത്. ഇപ്പൊ ഇതിന് പൊക്കം കൂടിയാ എന്റെ ഈശ്വര. ഓ, കളിച്ച് മതിലും കളിച്ചോടി എന്റെ അടുക്ക. എന്റെ അവരുള്ള മെക്കട്ട് കയറണം. ഓടെ പട്ടി ഉണ്ട ചോറിന് നന്ദിയുണ്ട് ഇത്ര പട്ടിക്ക്. ആരാ പറഞ്ഞ അവനെ അടിക്കണ? ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. അപ്പ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? ഫലാനി പക്വാനി പതന്തി വിമലേ ജലേ കപി കമ്പിത ശാഖാകര കുളുകു കുളുകു കുളു. കഴിഞ്ഞു. അല്ല ഈ കുമ്പിടിയാശാന്റെ ഇതന്നെ എന്താ ബാധയാ? എന്താ ബാധയാ? അല്ല അച്ഛനാ. അല്ല ബാധ കൂടിയതാണോ? അതെ. ഒന്ന് കൈ വെക്കേ. അയ്യോ, ഇങ്ങനെ കൈ വെച്ച് സഹായിക്കാനല്ല പറഞ്ഞു, ഒന്ന് പിടിക്കാൻ. പിടി. പതുക്കെ കൊണ്ടോണേ. അങ്ങനെ പിടിവിടുന്ന കൈപ്പല്ല. കൂടിയ പിടിയോ? കൂടിയ പിടിയല്ല, ഇത് കൂട്ടിപ്പിടിയാ. അച്ഛ കൈവിട്. കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടുപോണോ? ജടാഘടാഘ സംഭ്രമ ഭ്രമനിലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധൻ ധഗ ധഗ ജ്വലല്ലലാടപട്ടഭാവക കിശോര ചന്ദ്രശേഖര നദി പ്രദക്ഷിണാംബ. ഏതാ ഇനം? കളരിപ്പറമ്പില് തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. കണ്ട ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കേറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്. വാ തുറന്ന തെറിയുടെ പൂരാ. ഇനി നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. സ്വസ്തി. തുണി തിരിയിക്കോ. ഒഴിഞ്ഞു പോവില്ലേ? ഇവരാരടാ? മാറിയതില്ലേ നിനക്കും കിട്ടും. ഇത് ശങ്കര മൂശാരി, എന്റെ എവന്റെ അച്ഛനാ. അച്ഛൻ ഒരു അസുഖവും ഇല്ല. യവനാ ഭ്രാന്ത്. യവനെ സ്വാമിയുടെ അടുത്ത് ചരട് ജപിച്ച് കെട്ടിക്കാൻ കൊണ്ടുവന്നതാ. കൂടെ വന്ന ടാക്സി ഡ്രൈവറെ താഴെ അടിച്ചിട്ടിട്ട് അവൻ കാറും കൊണ്ടുവന്നു. വാറ്റ് ചാരാൻ കുടിച്ച് കളറിപ്പറമ്പിൽ കിടന്ന് ഉറങ്ങിയ ശേഷം അവൻ ഇങ്ങനെ. പക്ഷെ ഇയാൾ ഇവിടെ വെച്ച് തെറിവിളി നടത്തിയല്ലോ. എങ്ങനെ തെറി വിളിക്കാതിരിക്കുന്നു സ്വാമി? വായിൽ തുണി തിരികെ കാറിന്റെ പുറകിട്ടോണ്ടല്ലേ വന്നത് ഈ നിൽക്കണ മഹാഭാവി. ഇടയ്ക്ക് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കൊണ്ടുപോക്കോളൂ. ദേഹത്ത് തടവാൻ ഞാനൊരു എണ്ണ തരാം. ഒരെണ്ണയും വേണ്ട, ജീവൻ കിട്ടിയല്ലോ, അത് മതി. എന്നെ പിടിച്ചോ. എവിടെ യഥാർത്ഥ ഭ്രാന്തൻ? മിസ് മിസ്. സ്വാഹ ദഹി ദഹി ഭദ്രേ. നടക്കാൻ
ആയുഷ്മാൻ ഭവ. അങ്ങോട്ട് നടക്ക് കുമ്പിടി സ്വാമിയെ. ശങ്കരമൂശാരിയുടെ മകൻ മണികണ്ഠനാ സ്വാമി, എന്നെ ഒന്ന് രക്ഷിക്കണം. നിന്നെ ഒരിക്കൽ ഞാൻ രക്ഷിച്ചതാണല്ലോ, ഇനി വേണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോ എന്റെ സഹോദരന്റെ ദേഹത്ത് കൂടിയിരിക്കുക. കളരിപ്പറമ്പിൽ നിന്ന് തന്നെയാ. വല്ലാത്ത ഉപദ്രവമുണ്ട്. അനാവശ്യം പറയാ, ചീത്ത വിളിക്കാ, തെമ്മാടിത്തരം പറയാ, HSB കാക്ക തൂരിന്ന് പറയാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. എവനാണ് ഭ്രാന്ത് സ്വാമി? എടാ പട്ടി. കേട്ടാ 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 കേട്ടാ, എനിക്കാ ഭ്രാന്തെന്ന്. മനസ്സിലായി മനസ്സിലായി. ശാരിക, ചൂരനെടുക്ക്. എനിക്കില്ല. പ്രച്ചട, പ്രച്ചട, സ്വാഹ. ദേഹി, ദേഹി. പ്രച്ചട, പ്രച്ചട, സ്വാഹ. ദേഹി, ദേഹി. പ്രച്ചട, പ്രച്ചട, സ്വാഹ. ദേഹി, ദേഹി. പ്രച്ചട, പ്രച്ചട, ഇവിടെ, ഇവിടെ, ഇവിടെ. പ്രച്ചട, പ്രച്ചട, സ്വാഹ. ദേഹി, ദേഹി. പ്രച്ചട, പ്രച്ചട, സ്വാഹ. ദേഹി, ദേഹി. വടംവലി കളിക്ക. അയ്യോ സ്വാമി, ആ പാവത്തിനെ തല്ലിക്കൊല്ലല്ലേ. അവന്റെ ബാധ മാറി. ഇപ്പൊ മറ്റവനാ, അവന്റെ ചേട്ടന്. എന്റെ കുക്ഷി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ആരാണ് യഥാർത്ഥ ഭ്രാന്തൻ? ഓതിരം കടകം കെത്തു പട പട ചട കടകം ചിട കട കടകം പുട ചടകം. കൊള്ള വീടാ. നീ കേട്ടാ? ഒരു ലേഡീസിന്റെ കുഞ്ഞിരാമ, എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്കുണ്ടായിട്ടുണ്ടോ? ലേഡീസ് ആയിട്ടുള്ള അതല്ലടോ. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ പിന്നെ എനിക്കറിയാം. ഹോമിയോ ഡോക്ടർ. ഹോമിയോ ഡോക്ടർ അല്ല, വിസ തട്ടിപ്പ്. വിസ തട്ടിപ്പ്. ആ ആശ്രമം പൊളിച്ചോണ്ട് പോയ ആള്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇതിലേതെങ്കിലും ഒന്നാ. അതെ, ജാനകി ചേച്ചി എങ്ങനെ ഉണർന്ന ആകെ കുഴപ്പാവും. ഞാൻ തന്ന ഉറക്കഗുളിയെ കഞ്ഞി കലക്കി കൊടുത്തില്ലേ? കൊടുത്തു. ഇനി 6 മണിക്കൂർ നേരത്തേക്ക് പേടിക്കണ്ട. പിന്നെ എന്നെ കൊണ്ടുവിടണം. ആ സമയ വല്ലതും കണ്ടു പേടിച്ച. എന്തുണ്ട് പേടിക്കാൻ? പ്രേതങ്ങള്. മാങ്ങാ തൊലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ പടം. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഫ്രാഡ് മന്ത്രവാദികളും TV സീരിയലുകാരും ഉണ്ടാക്കി വെച്ച സാധനം പ്രേതം. നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറായിട്ടിരുന്നോ? രേഖ വന്നാൽ ജപം തടസ്സപ്പെടുത്തരുത്. നിനക്കെന്താടി ഇവിടെ കാര്യം? ഞാൻ ഈ ചരട് എത്ര കാലായിട്ട് ചരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് ആദ്യ. മേലെ ഇതിനകത്ത് കാലൂത്താൻ നിന്റെ 2 കാര്യം ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടി. കുഞ്ഞിരാമ, ശരിക്കും നോക്ക്. നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി. മുടിയോ? ശശി, പാലാരിവട്ടം ശശി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു.